ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ ഈ ഒരു ഫോണിൽ എല്ലാ ഇൻ്റർനെറ്റും എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്രകാരം ഇൻ്റർനെറ്റ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യൂട്യൂബ് ചാനലെല്ലാം ഇവിടെ വർക്കാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇത് എയ്റോപ്ലെയിൻ മോഡിലാണ്. ഇപ്രകാരം എയ്റോപ്ലെയിൻ മോഡിൽ വെച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻ്റർനെറ്റ് എല്ലാം ലഭിക്കുന്നത്? അതുപോലെ ഇവിടെ ഞാൻ വൈഫൈ ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇപ്രകാരം വൈഫൈ ഒന്നും കണക്ട് ചെയ്യാതെ എയ്റോപ്ലെയിൻ മോഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഇൻ്റർനെറ്റ് മാത്രമായി സെറ്റ് ചെയ്യാൻ സാധിക്കുക? അതായത് നമുക്ക് കോൾസ് ഒന്നും വരേണ്ട, നമുക്ക് ഇത്തരത്തിൽ നെറ്റ് മാത്രമായി എല്ലാം വരണമെങ്കിൽ ഇതുപോലെ എയ്റോപ്ലെയിൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് മാത്രമായെല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഒരുപാട് പേർക്ക് ഈ ഒരു ഫീച്ചർ ഇത് ഗുണം ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് കോൾസ് ഒന്നും വരേണ്ട എങ്കിൽ, അതായത് ഇൻ്റർനെറ്റിൻ്റെ മാത്രം ആവശ്യമാണ് ഉള്ളത് എങ്കിൽ ഇത്തരത്തിൽ ഈ എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് നെറ്റ് മാത്രമായി യൂസ് ചെയ്യാനും നിങ്ങൾക്ക് മറ്റു കോളുകളൊന്നും വരികയുമില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബർ എല്ലാം ആണെങ്കിൽ, നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ എല്ലാം ഇത്തരത്തിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഇനി ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ കുറേ പേർക്ക് ഗുണം ചെയ്യുന്നതാണ്. അതിനാൽ തന്നെ എങ്ങനെയാണ് ഇത് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഫോഴ്സ് LTE ഓൺലി 4G ഓർ 5G എന്ന് സെർച്ച് ചെയ്യുക. ഇപ്രകാരം സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോഴ്സ് LTE ഓൺലി 4G LTE എന്നൊരു സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ആക്സെപ്റ്റ് യൂസേജ് പോളിസി എന്ന് പറഞ്ഞതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ടേംസ് എല്ലാം ഇത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഇനി ഇത് എയ്റോപ്ലെയിൻ മോഡിലേക്ക് ഇവിടെ മാറ്റാം. ഇങ്ങനെ എയ്റോപ്ലെയിൻ മോഡിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഡാറ്റ ഇത് ഓഫ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഓൺ ചെയ്ത് വച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എയ്റോപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ ഇവിടെ ഓട്ടോമാറ്റിക്കായി ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകുക. അതിനുശേഷം മെത്തേഡ് 1 ആൻഡ്രോയിഡ് ബിലോ 11 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷൻ ബിലോ 11 എല്ലാം ആണെങ്കിൽ ഇത് യൂസ് ചെയ്യുക. മെത്തേഡ് 2 എന്നത് ആൻഡ്രോയിഡ് 11+, അതായത് ആൻഡ്രോയിഡ് വേർഷൻ 11+ എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ 11+ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയ ഫോൺ ആയതുകൊണ്ട് തന്നെ മെത്തേഡ് 1 എന്നതിൽ ടാപ്പ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ മൊബൈൽ റേഡിയോ പവർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത് ഓഫായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ഓൺ ആക്കുക. ഇപ്പോൾ നമ്മൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം വേറെ സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യാതെ നമ്മൾ ഇത് ബാക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റു ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇൻ്റർനെറ്റ് എല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ എയ്റോപ്ലെയിൻ മോഡിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ നെറ്റ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസിയായി ഇങ്ങനെ നിങ്ങൾക്ക് നെറ്റ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ കൂടി ചെയ്തു നോക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോളൊന്നും വരാതെ നിങ്ങൾക്ക് ഡാറ്റ എല്ലാം എയ്റോപ്ലെയിൻ മോഡിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്